ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും അവരുടെ ആഗ്രഹമായിട്ടുള്ള ആദിയെ ദത്തെടുക്കേണ്ട കാര്യം അവൻ്റെ വീട്ടിൽ എല്ലാവരോടുമായിട്ട് പറയുകയാണ്. പക്ഷേ അതിൽ അപ്പം തന്നെ വിസമ്മതിക്കുകയാണ് ചന്ദ്ര പറയുന്നുണ്ട്, ആ പയ്യനെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, ഇതെൻ്റെ വീടാണ് എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അമ്മയുടെ മാത്രം വീടല്ലല്ലോ, ഇത് അച്ഛൻ്റെയും കൂടി വീടല്ലേ, പിന്നെന്താ ഞങ്ങൾ എവിടെയാണ് താമസിക്കുക എന്ന് വെച്ചാൽ അവിടെയാണ് ആദിയെ കൊണ്ടുവരാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയാണ്, ഒരിക്കലും സമ്മതിക്കില്ല ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. പിന്നെ അപ്പോൾ നമ്മുടെ സുധി പറയുകയാണ്, അതെ അവൻ്റെ അമ്മ അവൾ ഒരു അത്ര നല്ല പെണ്ണൊന്നുമല്ല, ഇപ്പോൾ ദുബായിലാണെന്നൊക്കെ പറയുന്നുണ്ട്, അവൾ അവിടെ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ആരെക്കൂടെയാണുള്ളത് എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് എന്തായാലും കുറേ നാളായിട്ടൊന്നുമില്ലല്ലോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്, കുട്ടികളില്ലാതിരിക്കണ സമയമൊന്നും ആയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങളിപ്പോൾ ഒരു കുട്ടിയെ ദത്തെടുക്കണത് എന്നൊക്കെ ഇങ്ങനെ സുധി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സച്ചി പറയാണ്, അതെ ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകട്ടെ, എന്തായാലും ഇത് ഞങ്ങളുടെ ആദ്യത്തെ മകനായിട്ട് ഞങ്ങൾ ആദ്യം വളർത്തും എന്ന് പറയുമ്പോൾ അങ്ങനെ അവിടെ ഭയങ്കര തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ ശ്രുതി പുറത്ത് നിന്നിട്ട് കേൾക്കുകയാണ് ഇവരുടെ ഈ ചർച്ചകളും കാര്യങ്ങളും. അങ്ങനെ അറിയാത്ത പോലെ അവൾ അകത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഭയങ്കര ചർച്ചയൊക്കെ എന്ന് പറയുകയാണ്. അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്, മോളെ നീ ഇത് കേട്ടില്ലേ, ആ ചെക്കനെ, ആ അമ്മയും അച്ഛനൊന്നും ഇല്ലാത്ത ചെക്കനുണ്ടല്ലോ, ആ ചെക്കനെ ഇങ്ങോട്ട് ദത്തെടുക്കാനാണ് ഇവരുടെ തീരുമാനം, ഇവരൊക്കെ അതിനെ അനുകൂലിക്കുന്നുണ്ട്. മോള് പറഞ്ഞ് അത് എടുക്കണ ആരുടെ ഭാഗത്താണ് മോള് എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര. അപ്പോൾ ശ്രുതി പറയുകയാണ്, ഞാൻ അമ്മയുടെ ഭാഗത്താണ്, എന്തായാലും ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ല എന്ന് പറയുകയാണ്. കണ്ട, അങ്ങനെയാണ് ബുദ്ധിയുള്ള പെൺകുട്ടികൾ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സച്ചി പറയുകയാണ്, അതെ ഇതിലിപ്പോൾ തീരുമാനമെടുക്കേണ്ടത് ഞങ്ങൾ എന്തായാലും കുട്ടിയെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളെല്ലാവരും സമ്മതിക്കും, പക്ഷെ ആദ്യത്തെ തീരുമാനം അറിയേണ്ടത് ആദിയുടെയും അമ്മുമ്മയുടെയും തീരുമാനമാണ്. അവരോട് എന്തായാലും ഈ കാര്യം സംസാരിച്ചിട്ടില്ല, അവരോട് ചോദിച്ചു നോക്കാം, അവർക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ എന്തായാലും കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന് സച്ചി തീർത്തങ്ങ് പറയുകയാണ്. അത് കേൾക്കുന്ന ശ്രുതി ആകെ പെട്ടുപോകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് അകത്തേക്ക് റൂമിലേക്ക് പോകുന്നുണ്ട്. തൻ്റെ അമ്മയെ വിളിക്കുകയാണ്, വിമലയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്താ മോള് എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് സമാധാനമായല്ലോ, നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ രേവതിയുമായി അധികം അടുത്ത് ഇടപഴകണ്ട എന്ന്, അപ്പോൾ എന്താ കാര്യം മോള് എന്ന് ചോദിക്കുമ്പോൾ, എന്താ കാര്യമെന്ന്, ഇപ്പം അവർക്ക് എൻ്റെ ആദ്യം അവർക്ക് ദത്തെടുത്താൽ കൊള്ളാമെന്നുണ്ട്, അതാണിപ്പോൾ അവരുടെ ആഗ്രഹം എന്ന് പറയുകയാണ്. അയ്യോ, ഇതിനു മുമ്പ് എന്നെ 1-2 വട്ടം രേവതി വിളിച്ചായിരുന്നു, പക്ഷെ ഞാൻ ഫോൺ എടുത്തില്ല മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്, ആദ്യയെ ദത്തെടുക്കേണ്ട കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വിമലാൻറ്റി പറയുന്നുണ്ട്, അല്ല മോളെ അതൊരു നല്ല കാര്യം തന്നെയല്ലേ, അങ്ങനെ ദത്തെടുക്കുകയാണെങ്കിൽ നിന്റെ കൺമുന്നിൽ തന്നെ ആദിക്ക് വളരാലോ, നിങ്ങൾക്ക് പരസ്പരം കാണുകയും ചെയ്യാലോ എന്നിങ്ങനെ പറയുമ്പോൾ, നിങ്ങൾ എന്തൊക്കെയാണ് അമ്മ പറയുന്നത്, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും പലരും അറിയും, രഹസ്യങ്ങളൊക്കെ പുറത്താവില്ലേ, അതുകൊണ്ട് നിങ്ങൾ എന്ത് വിവരമില്ലായ്മയാണ് ഈ പറയുന്നത്, ഇനി അവർ ഫോൺ വിളിച്ചാൽ എടുക്കേ വേണ്ട, അപ്പോൾ എടുത്തില്ലെങ്കിൽ നമ്മുടെ വീട് അറിയില്ല മോളെ, അവർ വരില്ലേ എന്ന് ചോദിക്കുകയാണ് വിമലാൻറ്റി. അപ്പോൾ പറയാണ്, എന്നാൽ വരികയാണെങ്കിൽ അവരോട് മുഖം കറുത്ത രീതിയിൽ തന്നെ സംസാരിക്കണം, അവർ പിന്നെ അങ്ങോട്ട് വരുന്ന അവരെ വളരെ മോശമായി തന്നെ അവരോട് സംസാരിക്കണം, പിന്നെ അവർ ആ ഒരു കാര്യത്തെപ്പറ്റി പറയുകയുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശരി മോളെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സച്ചിൻ രേവതിയും വീണ്ടും ഒന്നുകൂടി വിളിച്ചു നോക്കി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് ഒന്നുകൂടി നോക്കുന്നുണ്ട്, പക്ഷേ ഫോൺ വിമലാൻറ്റി എടുക്കുന്നുമില്ല. അങ്ങനെ അതിന് ശേഷമാണെങ്കിലും നമ്മുടെ മീരയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ് ശ്രുതി. അങ്ങനെ മീരയോട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം മീര പറയാണ്, ഭാഗ്യം ഞാൻ എന്തായാലും ആ ബർത്ത്ഡേ ഫംഗ്ഷന് വരാഞ്ഞത്, എനിക്ക് ജോലി ഉള്ളത് കൊണ്ടാണ് ഞാൻ വരാഞ്ഞത്, എങ്ങനെ എന്നെ അവിടെ വെച്ച് കണ്ടിരുന്നെങ്കിൽ എന്നെ അവിടെ ഇട്ട് വെട്ടി നുറുക്കി എന്നെ കേക്ക് കട്ട് ചെയ്യുന്നത് പോലെ ആ സച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം നമ്മുടെ ശ്രുതി പറയാണ്, അതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അവിടുത്തെ നാട്ടിൽ നിന്നും അമ്മയെയും ആദിയെയും ഈ നാട്ടിലോട്ട് കൊണ്ടുവരാം, എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും താമസിപ്പിക്കാം എന്ന് പറയുന്നുണ്ട്. എടേ അത് കൂടുതൽ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ആരും അറിയാതെ താമസിപ്പിക്കാം, അപ്പോൾ ആദിയുടെ പഠിപ്പോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത സ്കൂളിൽ എവിടെയെങ്കിലും അവനെ പഠിപ്പിക്കാം, അതിന് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്.
അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് മീര പറയുകയാണ്. പക്ഷേ നീ ഇത് എത്ര നാൾ മൂടി വെക്കും ശ്രുതി, നീ ഇത് എന്നായാലും ഇതൊക്കെ സത്യങ്ങൾ അറിയില്ലേ, അപ്പോൾ നിന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ്, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നീക്കുന്നുണ്ട്. എനിക്ക് എത്രയും വേഗം ശ്രുതിയുടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കണം, എത്രയും വേഗം ഞാൻ പ്രഗ്നൻ്റ് ആവണം. അങ്ങനെ ആ ഒരു അവൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ആലോചിച്ചിട്ട് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ശ്രുതിയുടെ വീട്ടുകാരും എന്നോട് പൊറുക്കും. ശ്രുതി എൻ്റെ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരെയും വില വെക്കേണ്ട ആവശ്യമില്ല, എനിക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ ഇങ്ങനെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തോന്നറിയില്ല, എന്തായാലും ഒന്ന് ഡോക്ടറെ കാണിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശ്രുതി അങ്ങനെ മീരയോട് പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ രേവതി അങ്ങനെ അടുക്കളയിൽ നിൽക്കുകയാണ്. പെട്ടെന്നാണ് അനിയത്തിയുടെ കോള് വരുന്നത്, ദേവുവിൻ്റെ കോള് വരികയാണ്. അപ്പോൾ ദേവു എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, അത് രേവതിയേച്ചി എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം നിറഞ്ഞ ഒരു കാര്യം നടക്കാൻ പോവുകയാണ്, എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ പരീക്ഷയിൽ പാസ്സായി, ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ടാണ് പാസ്സായത്, ആണോ എന്നും പറഞ്ഞ് അങ്ങനെ രേവതി സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. അവനെ അത് കണ്ടുകൊണ്ട് അവിടേക്ക് സച്ചി വരികയാണ്. എന്താ രേവതി നീ സങ്കടപ്പെട്ട് നിൽക്കുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ ഫോൺ സച്ചിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ ദേവു തന്നെ ആ ഒരു സന്തോഷ വർത്താനം നമ്മുടെ സച്ചിയെ അറിയിക്കുകയാണ്. സച്ചിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ സച്ചി അവിടേക്ക് എത്രയും വേഗം തന്നെ ചേച്ചിയും കൂട്ടി ഇങ്ങോട്ട് വായു എന്ന് ദേവു പറയുമ്പോൾ ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അച്ഛനോട്, അതായത് രവീന്ദ്രനോട് ദേവു പാസ്സായ കാര്യം അറിയിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും നാളെ കാണിക്കാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.